ലോകത്തിലെ ഏറ്റവും ആധുനികവും ശക്തവുമായ യുദ്ധവിമാനമായി കരുതപ്പെടുന്ന അമേരിക്കയുടെ F-35 വിമാനങ്ങൾ ഇസ്രയേൽ ഉപയോഗിക്കുന്നതിനിടെ 3 എണ്ണം ഇറാൻ വെടിവെച്ചിട്ടുവെന്ന റിപ്പോർട്ടുകൾ അമേരിക്കയും ഇസ്രയേലിനെയും ഞെട്ടിച്ചിരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് മുൻപ് ഇറാൻ സ്വന്തമാക്കിയ S-300 മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഇതിലൊന്ന് തകർത്തതെന്നും പറയപ്പെടുന്നു. ഇത് S-400 മിസൈലിന്റെ മുൻഗാമിയാണ്. ഈ സംഭവത്തോടെ തങ്ങളുടെ F-35 വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഇസ്രയേൽ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ 1000 കോടി രൂപയോളം വില വരുന്ന 3 F-35 വിമാനങ്ങൾ ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടുവെന്ന വാർത്ത അമേരിക്കയുടെ ആയുധ വിപണിയിൽ വലിയ പ്രഹരമുണ്ടാക്കിയിട്ടുണ്ട്. ഒരു രാജ്യത്തിനും വെടിവെച്ചിടാൻ കഴിയില്ലെന്ന് അമേരിക്ക അവകാശപ്പെട്ട F-35 വിമാനം ഇറാൻ തകർത്തത് ഈ വിമാനം വാങ്ങാൻ ഓർഡർ നൽകിയ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പുനർചിന്തയ്ക്ക് പ്രേരിപ്പിക്കുമോ എന്നും യുദ്ധവിദഗ്ധർ പറയുന്നുണ്ട്. ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് നൂറുകണക്കിന് മിസൈലുകളാണ് ഇസ്രയേലിലെ സൈനിക കേന്ദ്രങ്ങളിലും ജെറുസലേമിലും ടെൽ അവീവിലും ഉൾപ്പെടെ പതിച്ചത്. ഈ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെങ്കിലും നാണക്കേട് ഭയന്ന് ഇസ്രയേൽ കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇറാനെ ഭയന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ളവർക്ക് ബങ്കറിൽ അഭയം തേടേണ്ടി വന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രയേലിനെ സഹായിക്കാൻ തയ്യാറായി നിന്ന അമേരിക്കൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസം തകർക്കുന്ന പ്രതിരോധവും ആക്രമണവുമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇസ്രയേൽ സൈന്യവും അമ്പരപ്പിലാണെന്നാണ് വിവരം. ഇറാൻ ആക്രമണം തുടരുന്നിടത്തോളം ഇസ്രയേലിനും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാൻ ലോകരാജ്യങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. F-35 വിമാനത്തിൽ നിന്ന് ഒരു പൈലറ്റിനെ പിടികൂടിയതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇസ്രയേൽ ഇതുവരെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ നടത്തിയതിന്റെ 20 ഇരട്ടി ശക്തിയുള്ള ആക്രമണം ഉടൻ നടത്തുമെന്നും ഇതിനായി ഭൂഗർഭ അറകളിൽ നിന്ന് മിസൈലുകൾ പുറത്തെടുക്കാൻ തുടങ്ങിയെന്നും ഇറാൻ സൈന്യം അറിയിച്ചിട്ടുണ്ട്. ആക്രമണം തുടങ്ങിയത് ഇസ്രയേൽ ആണെങ്കിലും ഇത് എപ്പോൾ നിർത്തണമെന്ന് തീരുമാനിക്കുന്നത് ഇറാൻ ആയിരിക്കുമെന്നാണ് ഇറാൻ സൈനിക നേതൃത്വം തുറന്നടിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്കും സംഘർഷം വ്യാപിക്കുമെന്ന് ഇറാനിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി റിപ്പോർട്ടുകളുമുണ്ട്. ലോകത്ത് ഏറ്റവും അധികം രാജ്യങ്ങളിൽ ആക്രമണം നടത്തിയ ചരിത്രമുള്ള രാജ്യമാണ് അമേരിക്ക. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ലോക പോലീസ് ചമഞ്ഞ് നടന്ന അമേരിക്കയാണ് റഷ്യയെ പ്രകോപിപ്പിക്കാൻ യുക്രൈനെ ഉപയോഗിച്ചതെന്നും ഈ റിപ്പോർട്ട് പറയുന്നു. യുക്രൈന് നാറ്റോ അംഗത്വം നൽകാനുള്ള അമേരിക്കയുടെയും നാറ്റോയുടെയും നീക്കമാണ് 3 വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണം. റഷ്യ യഥാർത്ഥത്തിൽ നാറ്റോ സഖ്യകക്ഷികളുമായാണ് ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത്. കാരണം നാറ്റോ രാജ്യങ്ങൾ നൽകുന്ന ആയുധങ്ങളും സാങ്കേതിക വിദ്യകളുമാണ് യുക്രൈൻ ഉപയോഗിക്കുന്നത്. കൂടാതെ നാറ്റോ രാജ്യങ്ങളിലെ കൂലിപ്പടയാളികളും യുദ്ധമുഖത്തുണ്ട്. ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കിയാണ് റഷ്യ യുക്രൈനിൽ ആക്രമണം നടത്തുന്നത്. എന്നാൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ നടപടികൾ ഈ രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുകയാണെന്നും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സമാനമായ അവസ്ഥയിലേക്കാണ് ഇസ്രയേലും ഇപ്പോൾ പോകുന്നത്. ഇറാനെതിരെ ഇസ്രയേലിനെ മുൻനിർത്തി കളിക്കുന്നത് അമേരിക്കയാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവങ്ങൾ. ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നതിന് തൊട്ടു മുൻപ് അമേരിക്ക സ്വന്തം എംബസികളിൽ നിന്ന് ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചത് ഇതിന് തെളിവായി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ സഹായമില്ലാതെ ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിന് കഴിയില്ല എന്നും റിപ്പോർട്ട് പറയുന്നു. ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ പ്രധാനമന്ത്രി ആദ്യം നന്ദി പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടാണ്. ഇറാൻ തിരിച്ചാക്രമിച്ചാൽ അമേരിക്ക പ്രതിരോധിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ നൂറുകണക്കിന് ഡ്രോണുകളും റോക്കറ്റുകളും ഇറാൻ ഇസ്രയേലിലേക്ക് അയച്ചിരുന്നു. ഇതിലൂടെ ഇസ്രയേൽ ഭരണകൂടവും ജനങ്ങളും ബങ്കറുകളിൽ അഭയം തേടാൻ നിർബന്ധിതരായി. ഇറാൻ അനുകൂല സംഘടനകളായ ഹിസ്ബുള്ളയും ഹൂതികളും ഉൾപ്പെടെ ഇസ്രയേലിലും അമേരിക്കയ്ക്കുമെതിരായ ആക്രമണത്തിന് പദ്ധതി തയ്യാറാക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും വാണിജ്യ കപ്പലുകളും ഏത് നിമിഷവും ആക്രമിക്കപ്പെടാമെന്ന അവസ്ഥയിലാണ്. ഇറാനിലെ സൈനിക മേധാവികൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇറാന്റെ തിരിച്ചടി എങ്ങനെ ആയിരിക്കുമെന്ന കാര്യത്തിൽ ലോകരാജ്യങ്ങൾ ആശങ്കയിലാണ്. ഇതിനിടെ ഇറാനിൽ 15 ആണവായുധങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്നും അവ സുരക്ഷിതമാണെന്നും ആവശ്യമെങ്കിൽ എവിടെയും ഉപയോഗിക്കാൻ തയ്യാറാണെന്നും ഇറാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. ഈ വിവരങ്ങൾ അമേരിക്കയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. ആണവായുധം ഘടിപ്പിക്കാൻ കഴിയുന്ന ദീർഘദൂര മിസൈലുകൾ റഷ്യയിൽ നിന്ന് ഇറാൻ സ്വന്തമാക്കിയതായി അമേരിക്കൻ ചാര സംഘടനയായ CIA സംശയിക്കുന്നുണ്ട്. മധ്യേഷ്യയിലെ എല്ലാ അമേരിക്കൻ താവളങ്ങളും ഇറാന്റെ മിസൈൽ പരിധിയിലായതിനാൽ ഇസ്രയേലും അമേരിക്കയും എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്.